ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിനായി ബി.ജെ.പിയും പ്രതിപക്ഷ പാർട്ടികളും ഒരുക്കങ്ങൾ സജീവമാക്കി. തിരഞ്ഞെടുപ്പിനായി ഏകദേശം ഒരു വർഷം ബാക്കി നിൽക്കെയാണ് ഈ മുന്നൊരുക്കങ്ങൾ. യോഗി ആദിത്യനാഥിന്റെ മന്ത്രിസഭയിലെ പുനഃസംഘടനയും പൂർത്തിയായി കഴിഞ്ഞു. കോൺഗ്രസ് സമാജ്വാദി പാർട്ടി പ്രവർത്തകർ പുതിയൊരു സഖ്യത്തിനായുള്ള കാത്തിരിപ്പിലാണ് എന്നാണ് കേൾക്കുന്നത്. എന്നാൽ ഇരുപക്ഷത്തു നിന്നും ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. എങ്കിലും സഖ്യം യാഥാർത്ഥ്യമാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇരു പാർട്ടികളിലെയും മുതിർന്ന നേതാക്കൾ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സഖ്യം ഇരു പാർട്ടികൾക്കും വലിയ നേട്ടം ഉണ്ടാക്കാനായി. യുപിയിലെ 80 സീറ്റുകളിൽ 43 നേടിയത് കോൺഗ്രസ് SP സഖ്യമാണ്. ഈ വിജയം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുടരേണ്ടത് അനിവാര്യമാണെന്നാണ് പാർട്ടിക്കുള്ളിലെ പൊതുവികാരം. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനം അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകൾക്ക് ശേഷം ഉണ്ടായിരിക്കുമെന്നാണ് വിവരം. സീറ്റുകളുടെ എണ്ണത്തെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടായേക്കാം. എന്നിരുന്നാലും ഇരുവർക്കും സമ്മതമായ ഒരു ഫോർമുല കണ്ടെത്താനാകും എന്നാണ് ഇരുപക്ഷത്തിന്റെയും പ്രതീക്ഷ. സമാജ്വാദി പാർട്ടി കോൺഗ്രസിന് 60 മുതൽ 80 വരെ സീറ്റുകൾ നൽകാൻ ആലോചിക്കുമ്പോൾ 120ഓളം സീറ്റുകൾ വേണമെന്ന നിലപാടിലാണ് കോൺഗ്രസ്. അതൊക്കെയാണെങ്കിലും സഖ്യത്തിലേക്കുള്ള വഴി അത്ര സുഗമമാകില്ലെന്നാണ് പൊതുവിലയിരുത്തൽ. കോൺഗ്രസ് SP സഖ്യത്തിന് സംസ്ഥാനതല തിരഞ്ഞെടുപ്പുകളിൽ വലിയ നേട്ടമുണ്ടാക്കാനായിട്ടില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഉത്തർപ്രദേശിലെ ശക്തമായൊരു ജനപിന്തുണയില്ല. അവർ സമാജ്വാദി പാർട്ടിയുടെ തോളിലേറി രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നതെന്നും പ്രാദേശിക SP നേതാക്കൾ നേരത്തെ പരാതിയുമായി രംഗത്തെത്തിയിരുന്നു. 2017 ദയനീയ പരാജയത്തിന് ശേഷം 2022 ഇരു പാർട്ടികളും തനിച്ചാണ് മത്സരിച്ചത്. വെറും 2 സീറ്റ് മാത്രമാണ് അന്ന് കോൺഗ്രസിന് കിട്ടിയത്. വോട്ട് വിഹിതം 2.33% ചുരുങ്ങുകയും ചെയ്തു. മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് സീറ്റിനെ ചൊല്ലി ഇരു പാർട്ടികളും തമ്മിൽ അകൽച്ച വർദ്ധിച്ചിരുന്നു. SP-ക്ക് സീറ്റ് നൽകാൻ കോൺഗ്രസ് വിസമ്മതിച്ചതാണ് അകൽച്ച വർദ്ധിക്കാൻ കാരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് ക്യാമ്പ് ഇപ്പോൾ വലിയ ആവേശത്തിലാണ്. സഖ്യകാര്യത്തിൽ പാർട്ടി കേന്ദ്ര നേതൃത്വം അന്തിമ തീരുമാനമെടുക്കും. നിലവിൽ സംഘടന ശക്തിപ്പെടുത്തുന്നതിനാണ് മുൻഗണന. വോട്ടർ പട്ടിക പുതുക്കലിന് ശേഷം എല്ലാ ജില്ലകളിലും പാർട്ടി സംവിധാനം കൂടുതൽ ഊർജ്ജസ്വലമാക്കും. BJP-യെ നേരിടാൻ 403 സീറ്റുകളിലും കോൺഗ്രസ് സാന്നിധ്യം ശക്തമാക്കുകയാണ് ലക്ഷ്യമെന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും ഉത്തർപ്രദേശിന്റെ ചുമതലക്കാരനുമായ അവിനാഷ് പാണ്ഡെ വ്യക്തമാക്കി. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഇപ്പോൾ സംസ്ഥാനത്തുടനീളം പര്യടനത്തിലാണ്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ഞായറാഴ്ച അദ്ദേഹം ആഗ്ര സന്ദർശിച്ചിരുന്നു. എല്ലാ ജില്ലകളിലും പാർട്ടി ജാതി സർവേകൾ നടത്തിക്കഴിഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രാദേശിക നേതാക്കളെയും പ്രവർത്തകരെയും നേരിട്ട് കണ്ട് ചർച്ചകൾ നടത്തിയ ശേഷമായിരിക്കും സ്ഥാനാർത്ഥി നിർണയം.